നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിയും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂ മണിക്കമ്മലണിയും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാ മധുരം ഇളിയോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടേ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി. നമസ്കാരം. ഗാനപഥത്തിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വിദ്യ അല്ലേ? നമസ്കാരം വിദ്യ. നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? സുഖം. വിദ്യയുടെ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം പ്രോപ്പർ ട്രിവാൻഡ്രം തന്നെയാണ്. മ്യൂസിക് എങ്ങനെയാണ്? മ്യൂസിക്കുമായിട്ടുള്ള ഒരു റിലേഷൻ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുഞ്ഞിലെ പാട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പാടാൻ ചെറുതിലേ അങ്ങനൊരു കഴിവ് പാരൻസ് കണ്ടതുകൊണ്ട് അവർ പഠിപ്പിക്കാനൊക്കെ ആക്കി. അപ്പം ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ദാസാറിൻ്റെ തരംഗിണിസരിയിലാണ് ഞാൻ പഠിച്ചത്. ഡിപ്ലോമയിൽ അവിടെയാണ് ചെയ്തത്. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രൊഫഷൻ ഇത് തന്നെയാണ്. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസ് ഒക്കെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പാട്ടിലേക്ക് തുടങ്ങാം നമുക്ക്. എങ്ങനെ, ഡിവോഷണൽ ആണോ? ഏത് വേണം, ഇഷ്ടമുള്ള. ബ്രൂഹി കൃഷ്ണ ഘനശ്യാമ രേ മന ബ്രൂഹി കൃഷ്ണ ഘനശ്യാമ ബ്രൂഹി കൃഷ്ണ ഘനശ്യാമ രേ മന ബ്രൂഹി കൃഷ്ണ ഘനശ്യാമ മുരളീ ഗായക ഗോകുല പാലക മുരളീ ഗായക ഗോകുല പാലക മുനിജന വന്ദിത ദേവാ മന ബ്രൂഹി കൃഷ്ണ ഘനശ്യാമ രേ മന ബ്രൂഹി കൃഷ്ണ ഘനശ്യാമ. ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടാറുണ്ടോ? ഡിവോഷണൽ പാടാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡിവോഷണൽ പാടുമ്പോഴാണോ അതോ ഫിലിം സോങ്സ് പാടുമ്പോഴാണോ? ഡിവോഷണൽ പാടുമ്പോൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായി പാടാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള സംഗതിയും ഒക്കെ ഇട്ട് പാടാം, സമാധാനത്തിൽ പാടാം. ഫിലിം സോങ്സ് ആകുമ്പോൾ അത്രയ്ക്ക് ഇപ്പം കേട്ട് പരിചയമുള്ള പാട്ടുകളാകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാടേണ്ടി വരും. എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഡിവോഷണൽ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്ത് ഫീൽ വേണോ കുറച്ചുകൂടെ ഫീൽ ചെയ്ത് പാടാൻ പറ്റും. ഫിലിം സോങ്സിൽ അത് പാടാം, മെലഡീസുകൾ പാടാം. അതെ അതെ അതെ. പക്ഷെ എന്നാലും അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഏത് ടൈപ്പ് പാട്ടുകളാണ്? മെലഡി ഇഷ്ടം മെലഡിയാണ്. ഫാസ്റ്റ് നമ്പേഴ്സ് പാടാറുണ്ട്, പക്ഷെ ഫാസ്റ്റിനേക്കാളും കൂടുതലും മെലഡിയാണ് ഇഷ്ടം. പ്രോഗ്രാമിനും മെലഡി തന്നെയാണ് പാടാറ്. അപ്പോൾ ഒരു നല്ല ഇഷ്ടമുള്ള ഒരു മെലഡി സോങ്. മെലഡി പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളിപ്പൂ മഞ്ചമൊന്നിൽ നിനക്കു മൂടാൻ പുതപ്പു നെയ്യാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ
പാടില്ല ഞാൻ കുഞ്ഞാവേ. ഓ ഈ ടൈപ്പ് മെലഡി സോങ്സ് ആണ് പാടാറുള്ളത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, മക്കള് 2 പേരാണ്, എത്ര? പെൺകുട്ടികളെ 2 പേര്. മൂത്താള് വൈഗ, ഇപ്പൊ 10th 90% മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്. ഇളയാള് 5th പഠിക്കുന്നു, കുഞ്ഞ്. എവിടെ, ഏത് സ്കൂളിലാണ്? MMRHS മന്ന മെമ്മോറിയൽ സ്കൂൾ. ഹസ്ബൻഡ് അജിത്ത്, പുള്ളി തബലിസ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷൻ. അപ്പൊ പിന്നെ കുറച്ചും കൂടെ ഈസി അല്ലേ? ഈസിയാണ്, ഒരേ പ്രൊഫഷൻ ആവുമ്പോഴത്തേക്ക്. മക്കളെങ്ങനെയാ പാട്ട്? മക്കൾ 2 പേരും, മൂത്താള് നല്ല പാടും, ഡാൻസ് ചെയ്യും, നന്നായിട്ട് വരയ്ക്കും. ഇളയാളും ഡാൻസറാണ്, കൂടുതലും ക്ലാസിക്കൽ ഡാൻസിനോടാണ് താല്പര്യം. അപ്പം 2 പേരും പഠിക്കുന്നുണ്ട്. മൂത്താള് നന്നായിട്ട് പാടും, ഡാൻസ് ചെയ്യും, വരയ്ക്കും, എല്ലാം. മ്യൂസിക് ഫാമിലിയാണ്. മ്യൂസിക് ഫാമിലിയാണ്. ശരിക്കും മ്യൂസിക് ആയിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റുമല്ലേ? എല്ലാരും ഒരേ ഫീൽഡ് ആവുമ്പോ നമുക്ക് അത് കുറച്ചുകൂടെ ഈസി അല്ലേ? ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പ്രോഗ്രാം ചെയ്യും. ഞാൻ പിന്നെ വീണ വായിക്കും, അതിന്റെ ഫ്യൂഷൻ പ്രോഗ്രാം ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. മലയാളം അല്ലാതെ വേറെ ലാംഗ്വേജിലെ സോങ്സ് ഒക്കെ? തമിഴ്, മലയാളം തമിഴാണ് കൂടുതലും. ഹിന്ദി പാടാറുണ്ട്, ഹിന്ദിയും മെലഡിയൊക്കെ ആയിരിക്കും കൂടുതൽ പാടുന്നത്, പക്ഷെ കൂടുതലും തമിഴ്. ഇപ്പൊ ഒരു തമിഴ് സോങ് പാടിയല്ലോ. തീരാത ഊടലാ തേൻ സിന്തും കൂടലാ എന്നൻപ് കാതലാ ഇന്നാളും കൂടലാ പേരിன்பം മേലാ നീ തീണ്ടും கையிலா பார்ப்போமே ஆவலா வாவானிலா கல்யாணத்தேனிலா காய்ச்சாத பாலிலா நீதானே வானிலா என்னோடு வானிலா தேயாத விண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா കല്യാണത്തേനിലാ കാഴ്ചാത പാലിലാ. സൂപ്പർ ഹിറ്റ് സോങ് അല്ലേ ഇത്? നല്ലൊരു തമിഴ്, നല്ലൊരു സോങ്. അതെ അതെ, മെലഡി സോങ്. അതെ അതെ, വെച്ചിട്ട്. അപ്പോൾ ഈ സ്റ്റേറ്റിലൊക്കെ പാടി ഇത്തിരി കയ്യില് വാങ്ങിയിട്ടുള്ള പാട്ടുണ്ടോ ഏതെങ്കിലും? അത് സെമി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ. നമ്മുടെ നോർമലി ഒരു ഗാനമേളയ്ക്ക് സെക്കൻഡ് ഒരു സെമി ക്ലാസിക്കലായിരിക്കും. മെയിൽ സോങ്സ് കഴിഞ്ഞിട്ട് ഉടനെ വരുന്ന സെമി ക്ലാസിക്കലായിരിക്കും. അപ്പം അതിന് ചിലപ്പോൾ നമ്മുടെ ദേവാസുരത്തില് അംഗോപാംഗം, ഇല്ലെങ്കിൽ മാർഗഴി തിങ്കൾ, അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളുണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന. അതെ, സെമി ക്ലാസിക്കലായിട്ടുള്ള കുറച്ച് പാട്ടുകൾ പാടുമ്പോൾ കൈയ്യടി കൂടുതൽ. പിന്നെ പൊതുവേ മെലഡി എല്ലാവരും ആസ്വദിക്കാറാണ് പതിവ്. അതിന് വലിയ ബഹളം ഉണ്ടാവാറില്ല. ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് കുറച്ച് ബഹളം ഉണ്ടാകാറുണ്ട്. ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോഴത്തേക്ക് അത്യാവശ്യം ബഹളവും ഒച്ചപ്പാടും ഉണ്ടാവും. മെലഡി പാടുമ്പോഴത്തേക്ക് എല്ലാവരും സമാധാനപരമായിട്ട് ഇരുന്ന് ആസ്വദിക്കുന്നതാണ് നോർമലി. അങ്ങനെ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ടോ വിദ്യയുടെ ലൈഫില്? പ്രോഗ്രാംസ് ഇഷ്ടംപോലെ ഉണ്ട്. അല്ലാതെ നമ്മുടെ മനസ്സിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചില ഇൻസിഡൻസ് ഉണ്ടാവാറില്ലേ? ചില പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടുക, അല്ലെങ്കിൽ അതിപ്പോഴ് ഒരുപാടുണ്ട്. അതിൽ ഇപ്പോൾ ഗുരുവായൂർ ഏകാദശിയുടെ അന്നാണ് എനിക്ക് ചെമ്പൈ സംഗീതോത്സവത്തിന് സെലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പാടിയപ്പോൾ ഏകദേശം എൻ്റെ മുന്നിലിരുന്നവരെല്ലാവരും ലെജൻസുകളായിരുന്നു ഇരുന്നത്. നമ്മുടെ പാർവതിപുരം പത്മനാഭ സാർ, അങ്ങനെ ഒരുപാട് ലെജൻസുകൾ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇപ്പോൾ നമുക്ക് കർണാട്ടിക്കേ പാടാൻ പറ്റത്തുള്ളൂ. ഡിവോഷൻ സോങ്സോ അല്ല മറ്റ് ഫിലിം സോങ്സോ ഒന്നും അവിടെ പാടില്ല എന്നുള്ളത് റൂളുണ്ട്. ഉണ്ട്. അപ്പം നമുക്ക് സെലക്ഷൻ ഉണ്ടാവും. അവർ അയച്ചു തരുന്ന പാട്ടേ നമ്മൾ പാടാവും. അപ്പൊ അവരാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ 10 കീർത്തനങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് തരുന്നത് നമ്മളവിടെ ഓൺ സ്റ്റേജ് പാടണം. അങ്ങനെ എന്താ പറയുന്നത്,
കച്ചേരിയായിരുന്നു അത്. അപ്പോൾ കച്ചേരി പാടി കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ അത് ഈ പറഞ്ഞ കണക്ക് ഇരുന്ന ലെജൻസുകൾ എല്ലാവരും വന്ന് എനിക്ക് അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് അപ്പം തന്നെ എനിക്ക് പാടാനും പറ്റി നന്നായിട്ട്. എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതാണ് നമ്മുടെ ലൈഫിലെ ഒരു അതൊരു വലിയ ആണ്. ഇപ്പം എൻ്റെ പ്രൊഫഷൻ വെച്ച് നോക്കണമെങ്കിൽ ഞാൻ കർണാട്ടിക്കും കച്ചേരിയൊക്കെ ചെയ്യുമെങ്കിലും കൂടുതലും ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് പെട്ടെന്ന് അപ്പോൾ ഓൺ സ്പോട്ടിൽ ആ വേദിയിൽ നിന്ന് തന്നെ നമുക്കൊരു അപ്രിസിയേഷൻ ഇത്രയും വലിയ വലിയ ലെജൻസുകളായി നിന്ന് കിട്ടുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര സന്തോഷം ആണ്. എനിക്ക് ഏകാദശിയുടെ അന്ന് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കുമല്ലോ. പക്ഷെ എനിക്ക് കിട്ടിയത് ഇപ്രാവശ്യം ജനുവരി ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് തന്നെയാണ് എനിക്ക് 30-ാം തീയതി. ചെമ്പൈ സംഗീതോത്സവം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ എനിക്ക് രാവിലെ 8 മണിക്കുള്ള സമയമാണ് എനിക്ക് ഉണ്ട്. ആ ടൈമിന് മുന്നേ നമ്മൾ അവിടെ എത്തണം. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ പാടാൻ പറ്റി. ടെൻഷൻ ലെജൻസുകളെ മുന്നിൽ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അതുവരെ ഭയങ്കര കൂളായിട്ടിരുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്നൊന്ന് വന്നിരുന്ന പക്കമേളമൊക്കെ ആയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെല്ലാം, കാരണം എൻ്റെ സ്ലോട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത അവർക്കൊക്കെ ഏകദേശം 1/4-3 മണിക്കൂറോളം അവർക്ക് ടൈമുണ്ട്. നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ. നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ. ഒരു കീർത്തനം മിനിമം 10 മിനിറ്റല്ലേ ഉണ്ടാവുള്ളൂ. ഒരു കീർത്തനം പാടാം. ആ കീർത്തനം പാടാൻ വേണ്ടി ഞാനൊക്കെ എല്ലാം റെഡി ആയിട്ട് നോക്കുമ്പോഴേ അവര് എന്റെ ഫ്രണ്ടിലുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ മുന്നേ പഠിപ്പിക്കുന്ന മാഷിന് മുന്നേ ചെന്ന് പാടി കേൾപ്പിച്ച് ഓക്കെ ആയിട്ട് തന്നെയാണ് കയറിയത് സ്റ്റേജിൽ. അവരെ കണ്ടപ്പോ അവരെ കാണുമ്പോൾ ഒരു ഉണ്ട് ടെൻഷൻ. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട്. അല്ല, അത് ഭാഗ്യമാണ് ശരിക്കും. അവരുടെ മുന്നിൽ പാടാൻ പറ്റുന്നത് ഒരു ഭാഗ്യമല്ലേ. നമുക്ക് ഏകാദശി ദിവസം എത്രയും ലെജൻസിന്റെ മുന്നിൽ നമുക്കൊരു ഒരു കീർത്തനം പാടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലൊരു നല്ലൊരു നിമിഷങ്ങളാണല്ലോ അത്. അപ്പോൾ മ്യൂസിക് തന്നെയാണ് പ്രൊഫഷണൽ, മ്യൂസിക് തന്നെയാണ്. ഹസ്ബൻഡിന് അല്ലാണ്ടൊരു നെസ്ലയുടെ ഒരു ഏജൻസി ഉണ്ട് ഞങ്ങൾക്ക്. നെസ്കഫയുടെ ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ ഇപ്പം പ്രോഗ്രാം ഇല്ലാത്ത സീസണും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണമല്ലോ. അപ്പം അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചും പ്രോഗ്രാം വരും, അല്ലാണ്ട് സെപ്പറേറ്റ് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ആകുമ്പോൾ ഫുൾ ബിസി ആയിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് സീസൺ ഇപ്പം ഓഫ് സീസൺ ഏകദേശം ആകാറായി. കഴിഞ്ഞ 3 മാസം സീസണാണ്. ഏകദേശം ജാനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ ഉത്സവങ്ങൾ നടക്കുന്ന ടൈമും. ഞങ്ങൾ ഒരു ടീമിലായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ വർഷമാണ് ഒരു ടീമിലും കയറില്ല, ഫ്രീലാൻസ് ആയിട്ട് നിൽക്കാമെന്നുള്ളൊരു ആണ്. ടീമിലാവുമ്പോൾ കമ്പൽസറി ആയിട്ട് അവരുടെ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. വേറെ പ്രോഗ്രാമിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ അങ്ങനെ ഉണ്ടല്ലേ, ഒരു ഗ്രൂപ്പിൽ വേറൊരു പ്രോഗ്രാമിന് പോകാൻ പാടില്ല. ഒരേ ഡേറ്റിൽ നമുക്ക് വേറെ പ്രോഗ്രാംസ് വരും. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുത്തിട്ട് വേണ്ടല്ലോ. അപ്പൊ ഫ്രീലാൻസ് ആയിട്ട് നിന്നാലും നമുക്ക് ഏത് പ്രോഗ്രാം എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ വർഷം ഫ്രീലാൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഒരുപാട് ടീമുകളിൽ വർക്ക് ചെയ്ത്. ഒരുപാട് ടീമുണ്ട്, ഡേറ്റ് അനുസരിച്ച്. അപ്പൊ മക്കൾക്കൊക്കെ എങ്ങനെയാണ് പാട്ട്? ഇപ്പൊ അമ്മ പാടുമ്പോഴേക്കേ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മോളെ പഠിപ്പിക്കുന്ന മോള്. ബാക്കിയുള്ള കുട്ടികളുണ്ട്. വേറെ ഞാൻ 2-3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്തെയാണ്. അപ്പം അവിടെ പഠിപ്പിക്കുമ്പോഴെങ്കിൽ വീട്ടിൽ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് ഞാൻ വീട്ടിലെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ക്ലാസ് പറയുന്ന സമയത്ത് പിള്ളേർ കൂടെ വന്നിരുന്ന് പാടും. മൂത്താള് ഞാൻ തന്നെയാണ് പഠിപ്പിക്കണം. ഇളയാൾക്ക് പാട്ടിനോട് വലിയ താല്പര്യമില്ല, പാടും പക്ഷെ താല്പര്യമില്ല. ഡാൻസിനോട് നല്ല കഴിവാണ്, നന്നായിട്ട് കളിക്കുകയും ചെയ്യും. സ്വന്തമായിട്ട് തന്നെ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്ത് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യും. നമുക്കൊന്നും കമ്പൽസറി ആയിട്ടൊന്നും ചെയ്യണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നുള്ളത്. അപ്പൊ ഹസ്ബൻഡ് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരാറുണ്ട് വിദ്യക്ക്? ഞങ്ങളുടെ ഇപ്പൊ എന്റേതായ പ്രോഗ്രാംസ് ഞാൻ ചെയ്യുമല്ലോ. ഇപ്പൊ കച്ചേരിയോ ഇല്ലെങ്കിൽ ഡിവോഷനോ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. വേറെ സിംഗേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പാട്ടും നമ്മുടെ പാട്ടൊക്കെ ആയിട്ട് ഇപ്പൊ ഏകദേശം ഒരേ പാറ്റേൺ ുള്ള പാട്ട് അടുത്തടുത്ത് വരാണ്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കണമല്ലോ. സോങ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനൊക്കെ ഒരുമിച്ചിരുന്ന് തന്നെയാണ്. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴെങ്കിലും ഏതെങ്കിലും പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ വിദ്യയോട് പാടാൻ? ഒരുപാട് പാട്ടുകൾ പറയും. മെലഡി ഏറ്റവും കൂടുതൽ വിദ്യ പാടുന്നതിൽ ഇഷ്ടമുള്ളത് ഏതാണോ ഹസ്ബൻഡിന്? ഡിവോഷൻ സോങ്സും പിന്നെ അല്ലാണ്ട് തമിഴ് ഒരു സോങ് ഉണ്ട്.
ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மான ஒன்று தேடுது. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மான ஒன்று தேடுது. ராசாவே ஒன்று காணாத நெஞ்சு കാത്താടി പോലാടുത്. ഇതാണ് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? ഇടയ്ക്കൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്, ഡിവോഷൻ സോങ്സും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറെ പാട്ടുകൾ അങ്ങനെ പാടണം എന്ന് പറയാറില്ല, കാരണം മിക്കവാറും പാടുമ്പോൾ പുള്ളി കൂടെ ഉണ്ടാവും. അതെ അതെ, എല്ലാ പാട്ടും ഇങ്ങനെ കേട്ടോണ്ടിരിക്കില്ല. അപ്പൊ പിന്നെ എല്ലാ പാടും സ്റ്റേജ് പാടുന്ന സമയത്തും ഇല്ലെങ്കിൽ വീട്ടിലൊരു റിഹേഴ്സലോ പ്രാക്ടീസോ ഉള്ള സമയത്തൊക്കെ പുള്ളി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ പാട്ടും ഇങ്ങനെ അത് ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് പല പാട്ടുകളും സെലക്ഷൻ വരും. അപ്പോഴും ഒരുമിച്ചാ പാടാ. മക്കൾക്കും എങ്ങനെ മെലഡി സോങ്സ് തന്നെയാണോ? മൂത്ത ആൾക്ക് ഇച്ചിരി നാടൻ പാട്ട് പോലെ, കാരണം പുള്ളിക്കാരത്തിന്റെ വോയിസ് ഇച്ചിരി ബേസ് ആണ്. അപ്പൊ കൂടുതൽ നാടൻ പാട്ടുകളാണ് ടോണ് ചേരുന്നത്. അത് ഇഷ്ടം അതുപോലത്തെ പാട്ടുകളാണ് ഇഷ്ടം. അപ്പൊ അത് അത്യാവശ്യം നന്നായിട്ട് പാടും. പിന്നെ അത്യാവശ്യം സ്കൂൾ കോമ്പറ്റീഷനും സ്റ്റേറ്റ് ഇപ്പൊ ഇപ്രാവശ്യം 10th ആയതുകൊണ്ട് വേറെ കോമ്പറ്റീഷനൊന്നും വിട്ടില്ല. അതൊരു എക്സ്ക്യൂസ് അല്ലാന്ന് പറയാറുണ്ട് ഇപ്പോഴും. ഇപ്പൊ മ്യൂസിക് പ്രാവശ്യം വിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വരെയും സ്റ്റേറ്റ് സബ് ജില്ലയൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്തതാ ഡാൻസിനൊക്കെ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ശ്രീരാഗം സ്കൂൾ ഓഫ് മ്യൂസിക് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് വീട്ടിൽ തന്നെ. അപ്പം അവിടെയാണ് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ അവിടെ സാറ്റർഡേ സൺഡേ ക്ലാസ്സുകൾ, പിന്നെ അല്ലാണ്ട് ഓഫ്ലൈനും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ട്. വോക്കലല്ലാതെ ഇൻസ്ട്രുമെന്റ്സ് വീണ പഠിപ്പിക്കുന്നുണ്ട്. ഹസ്ബൻഡ് തബലിസ്റ്റാണ്, അപ്പൊ പുള്ളി തബല പഠിപ്പിക്കുന്നുണ്ട്. സൺഡേ ക്ലാസ് ഞങ്ങൾ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ്സുകൾ വെക്കും. ഒരേ സമയത്ത് വെക്കാൻ ബുദ്ധിമുട്ട്. വീണ ഇപ്പൊ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വീണയുടെ പെർഫോമൻസും കൂടെ കാണാമായിരുന്നു. നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് വീണയായിട്ട് അപ്പൊ നമുക്ക് വീണയില് ഒരു പാട്ടൊക്കെ പാടാം. പിന്നെ അപ്പോ ഇത് അങ്ങനെ വേറെ ഇനി പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇപ്പൊ ഓഫ് സീസൺ ആണല്ലോ, ഇനിയിപ്പോ അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് പ്രോഗ്രാം വരും. നമ്മള് വീട്ടില് ഇപ്പൊ പ്രോഗ്രാംസിന് പോകുമ്പോഴത്തേക്ക് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കണം. പ്രൊഫഷൻ ഇങ്ങനെ ആയതുകൊണ്ടും പറഞ്ഞാലൊക്കെ നമ്മള് സിംഗർ മാത്രമല്ലല്ലോ, അമ്മയാണ്, ഭാര്യയാണ്, മരുമകളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യണം. പിന്നെ നമ്മുടെ ഏറ്റവും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പൊ ഇവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കും. സപ്പോർട്ടാണ്. ഇപ്പം കുഞ്ഞായിരുന്നപ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവര് വലുതായതുകൊണ്ട് കുഴപ്പമില്ല, അവരവരുടേതായ കാര്യങ്ങൾ അവരവരെ നോക്കും. പ്രോഗ്രാംസിന് പോകുമ്പോ അവരെ നോക്കാനും വേണമല്ലോ. ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛനും അമ്മയുണ്ട്, അവരൊക്കെ നോക്കും. ഇത് അവർക്കറിയാലോ, ഞങ്ങളുടെ പ്രൊഫഷൻ ഇതാണ് എന്നുള്ള അറിയാനുണ്ട്. അവർക്കത് ശീലമായി. ഞങ്ങളെ പോലെ അമ്പലത്തിലൊക്കെ പിന്നെ ഗാനമേളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീസൺ വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും പ്രോഗ്രാം വരിക, ഏതെങ്കിലും ഒരു ടീം നമ്മളെ വിളിക്കും. ഈ ഹസ്ബൻഡ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലാസിക് എന്നിട്ട് ഒരു ഓർക്കസ്ട്ര ഉണ്ട്, ടീമുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന പരിപാടിക്ക് ഇവർ ഓർക്കസ്ട്രേഷൻ മാത്രമായിട്ടും പോകും, നമ്മൾ പാടാൻ മാത്രമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു മ്യൂസിക് ഫാമിലിയാണ്, എല്ലാവരും മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് എല്ലാരും. അതെ അതെ, അതുകൊണ്ട് എപ്പോഴും വീട്ടിലും അതിൻ്റെതൊരു ഇതുണ്ടാവുമല്ലോ അല്ലെ, ആ ഒരു വൈബ് ഉണ്ടാവും എപ്പോഴും വൈബാണ്. ഒന്നീ ക്ലാസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചാനലുടേതേ ഇത് ഉണ്ടാവും. ഇപ്പൊ ഇപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം അടുപ്പിച്ചിട്ടായിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ജനം ചാനലിന് വേണ്ടിയിട്ടൊരു ഇത് ചെയ്തായിരുന്നു, ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട്. തലക്കെട്ട് മായുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ ഷോ അല്ല, മ്യൂസിക്കൽ ഷോ അല്ല, നമ്മുടെ ഈ സുമതിയെ കുറിച്ചുള്ള കഥയായത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് വന്നിട്ടൊരു പാട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ലിറിക്സ് എഴുതണം, മ്യൂസിക് ചെയ്യണം. അവസാനം ഇതെല്ലാം എന്റെ ഇതിലോട്ട് വന്നു. അവസാനം ഞാനാ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു സുമതി വളവ്, അത് തലക്കെട്ട് മായുമ്പോൾ പ്രോഗ്രാമിന്റെ പേര്.
ജനം ചാനലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. സുമതി പോയി അവരുടെ സ്ഥലങ്ങളൊക്കെ കാണുകയും അവരുടെ കഥകളും ഒക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ തന്നെയാണ് എഴുതിയതും. എഴുതി നമ്മുടെ രാജേഷ് ചേർത്തലയാണ് അതിൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ അത് അത്യാവശ്യം നല്ല ഇതായിരുന്നു. അതൊരു മോളെ കൊണ്ട് പാടിപ്പിക്കാന്നൊക്കെ വിചാരിച്ച ഒരു നാടൻ പാട്ട് ശൈലിയിലാണ്. കാരണം പഴയ 60 വർഷത്തിന് മുന്നേ ഉള്ള കഥയാണ്. അപ്പൊ അതിന് പഴയ ഉള്ള ശൈലിയിൽ തന്നെ പാടണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പാടാൻ പറ്റുമോ? അങ്ങനെ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. അത് വന്നായിരുന്നു ചാനലിലൊക്കെ. പാടാൻ പറ്റും. ഇന്നോളം കണ്ടില്ലേ ചേലൊത്ത പെണ്ണാളെ വട്ടത്തിൽ കുങ്കുമ പൊട്ടിട്ടോള് വാലിട്ട കണ്ണാളെ മുട്ടോളം വാർമൂടി ചികി വീണുക്കുന്നു കുഞ്ഞിപ്പെണ്ണ് ഉമ്മറപ്പടിയിൽ ആദ്യമായി കണ്ടപ്പോൾ നെഞ്ചിനകത്തൊരു പിടപെടപ്പ്. കണ്ണുകൾ കഥ പറഞ്ഞു ജീവന്റെ ജീവനായി മോഹിച്ചു പോയോ നീ കുഞ്ഞിപ്പെണ്ണേ. നീരുള്ള പ്രേമത്തിൻ അഴകുള്ള കൗമാരം ആഴത്തിൽ വീണില്ലേ പെണ്ണൂരത്തെ. ഇതൊരു ഒരുപാടുണ്ട്. അതെ അതെ അതെ, അത് നല്ല നന്നായിട്ട് പോയല്ലേ. അത് വിചാരിച്ചിരിക്കണേക്കാളും നന്നായിട്ട് എഴുതാനും പറ്റി. നന്നായിട്ടത് മ്യൂസിക് ചെയ്തു. എഴുതി വന്നപ്പോ അതിനൊരു മ്യൂസിക് ഉണ്ടായതാണ്. അതെന്നും പറഞ്ഞിട്ട് മ്യൂസിക്കിന് വേണ്ടി ഇരുന്നതല്ല, വരികൾ എഴുതി വന്നപ്പോഴത്തേക്കാണ് പാട്ട് തുടങ്ങുന്നത് മുതൽ ഇതിന്റെ അവസാനിക്കുന്നത് വരെ സുമതിയുടെ എല്ലാ കഥകളും അതിനകത്ത് എല്ലാം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല്ലവി അനുപല്ലവി ചരണം അങ്ങനെ 3 പോർഷനായിട്ടാണ് എഴുതിയത്. ആ 3 പോർഷനകത്തും ഫുള്ളും ആ സ്റ്റോറി ഞാൻ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ അവസാനം അത് എഴുതി വന്നപ്പോഴത്തേക്ക് അതിനൊരു തന്നെ ഒരു നാടൻപാട്ടിന്റെ ശൈലിയിലൊരു ട്യൂണങ്ങ് ഉണ്ടായി. അപ്പൊ ഞങ്ങൾ അതിനെ അങ്ങ് മോൾഡ് ചെയ്ത് അങ്ങനെ ഒരു പാട്ടിറക്കി. പക്ഷെ അത് വളരെ നന്നായിട്ട് പോയി, നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിന് ഒരുപാട് റീച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ നാടൻ പാട്ടായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഒരു വെറൈറ്റി വരുമ്പോഴത്തേക്ക് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ടല്ലോ. വെറൈറ്റി വരുമ്പോഴത്തേക്ക് ആ ടോണിനും ആ പാട്ടിനും ഒക്കെ ഒരു വെറൈറ്റി കേൾക്കുമ്പോ എന്തായാലും ആൾക്കാരത് ശ്രദ്ധിക്കും. പഴയ കാലത്ത് ഒരു 60 വർഷത്തിന് മുന്നേക്ക് ആകുമ്പോൾ ഒരുപാട് പഴയ കാലമാണല്ലോ. അപ്പോഴിപ്പോഴത്തെ ട്രെൻഡിലുള്ള ട്യൂണുകളൊന്നും ചേരത്തില്ല. പഴയ ഒരു നാടൻ പാട്ട് ശൈലിയൊക്കെ പാടുന്നതും ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ആയിരിക്കണം. ഇതൊരു മെയിലിന് വേണ്ടിയിട്ടാണ് പാട്ട് ശരിയാക്കിയത്, മെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പാടിയിട്ട് അവർക്ക് അങ്ങോട്ട് ശരിയായില്ല. പിന്നെ അവസാനം അവസാനം എഴുതിയ ആള് പുള്ളിക്കാരത്തി പാടുകയും. അത് മാത്രമല്ല, നമ്മൾ എഴുതി നമ്മൾ ട്യൂൺ ചെയ്യുമ്പോ ശരിക്കും ആ ഫീലോട് കൂടെ നമുക്ക് പാടാനും പറ്റും. അല്ലേ? അപ്പോ അതിനെന്തായാലും ആപ്റ്റ് ആയിട്ടുള്ള വിദ്യയുടെ വോയിസ് തന്നെ ആയിരിക്കും. അത് അവസാനം അവര് 2-3 ടേക്ക് ഷൂട്ടൊക്കെ ശേഷമാണ് ഞങ്ങള് ഓഡിയോ, അതെ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പാട്ട് എഴുതുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് വേണമെന്ന് അങ്ങനെ ഡയറക്ടർക്ക് തോന്നിയപ്പോഴാണ് അവിടെ ഒരു പാട്ട് എഴുതണം എന്നുള്ളൊരു സംഭവം വരണേ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഇങ്ങനെ കുറെ വീഡിയോ എല്ലാം കാണിച്ചതെല്ലാം ഞാൻ കണ്ടതിന് ശേഷമാണ് എഴുതാൻ തുടങ്ങിയത്. അപ്പൊ അത് എഴുതി. അപ്പൊ അതൊരു മെയിലാണ് പാടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയത്. മെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. പക്ഷെ ഈ പറഞ്ഞ സുമതി എന്ന് പറഞ്ഞ അവരുടെ എല്ലാ ഭംഗിയെല്ലാം അതിനകത്ത് വരണം. ഭയങ്കര ഭംഗിയുള്ള സ്ത്രീയാണെന്ന് പറയണേ. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി എഴുതി. പക്ഷെ അത് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേക്ക് അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇത് കിട്ടിയില്ല. റെക്കോർഡ് ചെയ്തപ്പോ മെയിൽ വോയിസിൽ റെക്കോർഡ് ചെയ്തപ്പോ പിന്നെയാണ് അത് ഫീമെയിലോട്ട് എത്തുന്നത്. അത് നമ്മൾ പറയാറില്ലേ, വിധിച്ചത് നമുക്ക് കിട്ടും. നമുക്ക് വിധിച്ചത് നമുക്ക് പിന്നെ ഞാൻ എഴുതി ട്യൂൺ ചെയ്തുകൊണ്ട് അത് എനിക്ക് പാടാൻ പറ്റിയതിൽ അതൊരു സന്തോഷം. പെട്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കാണ്ട് വന്നതായതുകൊണ്ട്
ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ? ആണ്. അതൊരു അപ്പോ ഒത്തിരി സന്തോഷം വിദ്യ. സന്തോഷം. കുറച്ച് സമയം വിദ്യയായിട്ട് സംസാരിക്കാൻ പറ്റി, ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ മ്യൂസിക്കില് വളരെ ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. ഓക്കെ താങ്ക് യു. അപ്പൊ വീണ്ടും ഒരു അതിഥിയുമായി വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.